ശ്രീ ജോസഫ് സി മാത്യു മുൻ മുഖ്യമന്ത്രിയുടെ IT ഉപദേഷ്ടാവ് കൂടിയായിരുന്നു അദ്ദേഹം. ശ്രീ ജോസഫ് സി മാത്യു, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് എത്രത്തോളം കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു പദ്ധതിയാണ് സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന്. ആ പദ്ധതി ഏതാണ്ട് നിലയ്ക്കുന്നു. മന്ത്രി പി രാജീവ് പറഞ്ഞത് ഇത് പദ്ധതി ഉപേക്ഷിക്കുകയല്ല, സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിൽ ഈ പദ്ധതി അല്ലെങ്കിൽ IT സ്വഭാവമുള്ള ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതാണ്. അതെന്തുമാകട്ടെ, ഇങ്ങനെയൊരു പദ്ധതിയിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് ചുമതലപ്പെടുത്തിയിരുന്ന ടീകോമിനെ ഒഴിവാക്കുമ്പോൾ അങ്ങോട്ടേക്ക് നഷ്ടപരിഹാരം നൽകേണ്ട ആവശ്യമുണ്ടോ താങ്കളുടെ നിഗമനത്തിൽ? ഒരു കാരണവശാലും ഇല്ല. അതായത് ഇത് നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ഇതൊരു സ്വകാര്യ പദ്ധതിയാണ്. 84% ടീകോമിന് പങ്കാളിത്തമുള്ള, 16% ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് പങ്കാളിത്തമുള്ള ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. നമ്മള് ഇവരുമായി കരാറിൽ, ടീകോമും ഗവൺമെന്റ് ഓഫ് കേരളയും തമ്മിൽ കരാറിൽ ഏർപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ SPV രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ SPVക്ക് നമ്മൾ പാട്ടത്തിന് കൊടുത്ത ഒരു ഭൂമിയാണ് ഇപ്പോ നമ്മൾ പറയുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ എറണാകുളത്തെ. അതായത് ഈ പദ്ധതിക്ക് ഈ കമ്പനിക്ക് വേറെയും സ്ഥലങ്ങൾ നമുക്ക് കൊടുക്കാൻ കഴിയും, പക്ഷേ നമ്മൾ ഈ സ്ഥലം കൊടുത്തിരിക്കുക. അപ്പൊ ഈ പ്രോജക്റ്റ് നടപ്പിലാക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അവര് നമുക്ക് തന്ന ഒരു പാട്ടത്തുകയുണ്ട് 105 കോടി രൂപയുടെ. ഈ ലാൻഡ് വാല്യൂ 0 ആയി കണക്കിടണം എന്ന് നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്, പ്രതിവർഷം ഇത്ര കെട്ടിടം നിർമ്മിക്കണം എന്നുള്ള രീതിയിൽ ഇവരൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് എന്നുള്ള കാര്യത്തിൽ VS സർക്കാരിന് സംശയം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവരോട് നമ്മൾ പറഞ്ഞത് ഈ സ്ഥലം നമ്മൾ ITക്ക് വേണ്ടി കണ്ടെത്തിയ സ്ഥലമാണെന്നും അതുകൊണ്ട് അവിടെ നിങ്ങൾ 10 വർഷം കൊണ്ട് 88 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം നിർമ്മിക്കണമെന്നും അതിൽ 69 ലക്ഷം ചതുരശ്ര അടി കെട്ടിടം IT സ്ഥാപനങ്ങൾക്ക് മാത്രമേ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റൂ എന്നുമാണ് നമ്മൾ അവരോട് വെച്ച നിബന്ധന. ശരി. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിനെ ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയായി കാണുകയും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് വന്നപ്പം 11 ജില്ലകളിലെ എക്സ്ക്ലൂസീവ് 9 ജില്ലകളിലെ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് അവർക്ക് കൊടുക്കാമെന്നും വേറെ ആരും IT സ്ഥാപനം ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്യാൻ അനുവദിക്കത്തില്ലെന്നും ഒക്കെ പറഞ്ഞുള്ള വ്യവസ്ഥകളോടുകൂടിയാണ് അവർ വരാൻ ശ്രമിച്ചിരുന്നത്. അപ്പൊ ഇവർക്ക് ഈ IT രംഗത്ത് എക്സ്പെർട്ടീസ് ഇല്ല എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ 246 ഏക്കർ സ്ഥലത്തെ ഈ പാർക്ക് പ്രവർത്തിപ്പിക്കും എന്ന് പറഞ്ഞ നിബന്ധനയോടുകൂടി കൊടുത്തു. അപ്പൊ പ്രതിവർഷം അവരെത്ര നിർമ്മിക്കണമെന്ന്, കെട്ടിടം നിർമ്മിക്കണമെന്നുള്ളതിന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. ഇത് മോണിറ്റർ ചെയ്യുകയാണ് സർക്കാർ. നേരത്തെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പോലെ മുഖ്യമന്ത്രി ചെയർമാനായ ഡയറക്ടർ ബോർഡിലെ നമ്മുടെ പ്രതിനിധികൾ ചെയ്യേണ്ടത്. എന്നാൽ ഒരു വർഷവും ചെയ്തില്ല. ഇത് പദ്ധതി വൈകുമ്പോൾ തന്നെ VS സർക്കാർ നോട്ടീസ് കൊടുത്തതാണ് അവർക്ക്. ഇവർക്ക് പിന്നീട് നോട്ടീസ് ഒന്നും കൊടുക്കുകയോ അവരോട് നിയമപരമായി അവരെ കമ്പൽ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. ഇപ്പോ 10 വർഷത്തിന് ശേഷം അവർ പദ്ധതി പൂർത്തിയാക്കേണ്ട സമയമായപ്പോ അവർക്കിത് ചെയ്യാൻ പാങ്ങില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ പോകുന്നവർക്ക് നഷ്ടപരിഹാരം അങ്ങോട്ട് കൊടുക്കുകയല്ല, അവർ നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ പദ്ധതി ഏറ്റെടുത്ത് എത്രയും പെട്ടെന്ന് ഇൻഫോ പാർക്കിനെയോ അല്ലെങ്കിൽ മറ്റ് പങ്കാളികളെ കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിന്റെ പിറകിൽ ചില സ്ഥാപിത താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മന്ത്രിസഭാ യോഗത്തിൽ അങ്ങനെ നഷ്ടപരിഹാര തുക ഈടാക്കാൻ എന്നൊക്കെ പറയുന്നത് വളരെ തെറ്റാണ്. ഈ SPVയിലെ ഈ ജോയിന്റ് വെഞ്ചർ കമ്പനിയിലെ അവരുടെ പങ്കാളിത്തം നമ്മൾ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ ഒരു ഇവാലുവേറ്ററെ വെച്ച് അസസ് ചെയ്യുന്നതിനെ കുറിച്ച് കരാറിൽ പറയുന്നുണ്ട്. അതായത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതായത് ഇതൊരു ജോയിന്റ് വെഞ്ചർ കമ്പനിയിലെ 84% ഓഹരി നിങ്ങൾ ഓർമ്മിക്കുമെങ്കിൽ 26% വേണമെന്നുള്ള നമ്മുടെ നിബന്ധന സമ്മതിക്കാതെ 16% പറ്റൂ എന്ന് പറഞ്ഞ് 11-ൽ നിന്ന് 16% ആക്കാൻ വേണ്ടി നമ്മൾ എത്രയോ നാൾ ചർച്ച ചെയ്തതാണ്. അപ്പൊ ഇതെല്ലാം ഞങ്ങൾ തന്നെ നിർമ്മിക്കും എന്ന് കടുംപിടുത്തം പിടിച്ചവർ 10 വർഷത്തിന് ശേഷം നമ്മുടെ ഭൂമി ഇങ്ങനെ ഐഡിയലായിട്ട് ഇട്ട ശേഷം ഇപ്പൊ വന്നിട്ട് ഞങ്ങൾക്ക് അതിന് കെൽപ്പില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞാണ് ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയാണ്, ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന്. അപ്പോ അത് അവരെ അപമാനിക്കലാണ്, ഇന്റർനാഷണലി അവരുടെ റെപ്യൂട്ടേഷനെ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കത്തയച്ചവരാണ്. ശരി. അതിൽ ശ്രീ ജോസഫ് സി മാത്യു, ഒരു കാര്യം കൂടി. ഇപ്പോൾ ഈ കരാർ പ്രകാരം വളരെ കൃത്യമായി ഈ സ്ഥലം നിർമ്മാണം, കെട്ടിട നിർമ്മാണം, ആ കെട്ടിട നിർമ്മാണത്തിൽ എത്ര ശതമാനം IT മേഖലയ്ക്ക് എല്ലാം പറയുമ്പോൾ
താങ്കൾ തന്നെ സൂചിപ്പിച്ചു ഘട്ടം ഘട്ടമായുള്ള നിർമ്മാണ പ്രവൃത്തികൾ വിലയിരുത്തേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്ന്. ഈ കരാർ പ്രകാരം അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണല്ലോ. അതിൽ ഏതെങ്കിലും തരത്തിൽ വീഴ്ചയുണ്ടായതായി ഈ കമ്പനി എപ്പോഴെങ്കിലും ചൂണ്ടിക്കാണിക്കുകയോ അങ്ങനെ സർക്കാരിന്റെ ഭാഗത്ത് ഒരു പിഴവുകൾ ഉണ്ടായെങ്കിൽ അത് കമ്പനിക്കും ക്ലെയിം ചെയ്യാമല്ലോ? എന്റെ അറിവിൽ അങ്ങനെ ഒരു വിഷയമില്ല എന്ന് മാത്രമല്ല, ഈ പദ്ധതി തുടങ്ങാൻ ആവശ്യമായിട്ട് ഗവൺമെന്റിന്റെ ബാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് കരാറിൽ വ്യക്തമായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ബാധ്യതകൾ മുഴുവൻ ഏതാണ്ട് പൂർണ്ണമായും തീർത്ത ശേഷമാണ് VS സർക്കാർ 2011 സ്ഥാനം ഒഴിയുന്നത്. അങ്ങനെ ചെയ്ത് പ്രത്യേക സാമ്പത്തിക മേഖലയായി ഈ സ്ഥലത്ത് നോട്ടിഫൈ ചെയ്ത ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് കളവൊഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ സാധാരണ ഇത്തരം കരാറുകൾ ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അത് രണ്ടു വിഭാഗങ്ങൾ തമ്മിൽ തർക്കത്തിലായാൽ പിന്നീട് നിയമ നടപടികളിലേക്ക് പോകും. അത് അനിശ്ചിത കാലത്തേക്ക് കോടതിക്ക് മുന്നിൽ ഇരിക്കുന്ന ഒരു വിഷയമായി മാറും എന്നത് നമുക്ക് അനുഭവമുണ്ട്. താങ്കൾ പറഞ്ഞതനുസരിച്ചാണ് എങ്കിൽ സ്വാഭാവികമായും ഒരു നിയമ നടപടിക്ക് പോവുക എന്നത് സാധ്യമല്ല ടീകോമിന്. കാരണം സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അത് പൂർണ്ണമായും കമ്പനിയുടെ തന്നെ പോരായ്മയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായെങ്കിൽ പിന്നീട് ആ നഷ്ടപരിഹാരത്തെ സാധാരണ നിലയിൽ നഷ്ടപരിഹാരമൊക്കെ നൽകുക ഈ നിയമത്തിന്റെ നൂലാമാലകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണല്ലോ. അങ്ങനെ ഒരു സാധ്യതയുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ മറ്റ് ലക്ഷ്യങ്ങൾ പ്രകടമല്ലേ? അത് വളരെ എവിഡന്റ് ആണ്. ഈ സ്ഥലം കണ്ണുവച്ചിരിക്കുന്ന ചില വ്യവസായ പ്രമുഖരുണ്ട്. അപ്പോ അതൊക്കെ അവരുടെ താല്പര്യം ഇതിൻ്റെ അകത്തുണ്ട്. അത് സത്യത്തിൽ ഈ പദ്ധതി തന്നെ അങ്ങനെ നേരായ രീതിയിൽ ഉത്ഭവിച്ച ഒരു പദ്ധതിയല്ല. ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിന്റെ ഭാഗമായിട്ട് ഒരു കേരള ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നും പറഞ്ഞ് ഗൾഫിലുള്ള ജനരെ കൊണ്ടുവന്ന് 1000 ഏക്കർ സ്ഥലം സൗജന്യമായി കൊടുക്കാമെന്നും പറഞ്ഞ് ഉത്ഭവിച്ച ഒരു പദ്ധതിയാണ്. അപ്പൊ അത് നമ്മൾ ആലോചിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തന്നെ തെറ്റായിരുന്നു. അപ്പൊ പക്ഷെ ഇപ്പോഴത്തെ കാര്യം ഞാൻ പറയുന്നത്, നമ്മൾ നിയമപരമായി ഒപ്പിട്ട ഒരു കരാറുണ്ട്. അതിൽ ഗവൺമെന്റിന്റെ ബാധ്യത എന്താണെന്നും കമ്മിറ്റ്മെന്റ്സ് ഓഫ് ഗവൺമെന്റ്, അത് റെസ്പോൺസിബിലിറ്റി വ്യത്യസ്തം, കമ്മിറ്റ്മെന്റ് വ്യത്യസ്തം. ടീകോമിന്റെ കമ്മിറ്റ്മെന്റ് എന്താണ്, അവരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, ഇതെല്ലാം എഴുതി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലേക്ക് വന്ന ആദ്യത്തെ സ്വകാര്യ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഇവിടെ 18ഓളം സ്വകാര്യ പ്രത്യേക സാമ്പത്തിക മേഖല പദ്ധതികൾ, വളന്തക്കാട്, അങ്ങനെ ശോഭ സിറ്റി, അങ്ങനെ ഒരുപാട് പദ്ധതികൾ സർക്കാരിന്റെ മുന്നിലുണ്ടായിരുന്നു. അതായത് താങ്കൾ പറയുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, എറണാകുളം പോലെയുള്ള ഒരു നഗരത്തിന് ഇനി വികസനത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കപ്പെടുക കാക്കനാട് മേഖലയിലേക്ക് മാത്രമാണ്. അത് അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 240 ഏക്കർ ഏതാണ്ട് നിർമ്മാണ പ്രവൃത്തികളൊക്കെ ഇനി ആരംഭിക്കണമെങ്കിൽ അത് എല്ലാ നടപടികളും പാലിച്ച് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായി എല്ലാം അത് ഏറ്റവും അനുയോജ്യമായ ഒരു ലാൻഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ ലാൻഡിൽ കണ്ണു നട്ടിട്ടുണ്ട് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ എന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? നിരവധി തവണ ഇവരുടെ ഫ്രീ ഹോൾഡ് എന്നുള്ള ക്ലോസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതിന്റെ ഏതാണ്ട് 30 ഏക്കർ സ്ഥലം കോൺഫിഡന്റ് ബിൽഡേഴ്സിന് വിൽക്കാനുള്ള ഒരു നീക്കം ഇവിടെ കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ കാലത്ത് ഇവിടെ നടത്തിയതാണ്. ഇവര് അത് ഫ്രീ ഹോൾഡ് സംബന്ധിച്ചുള്ള തർക്കം VS സർക്കാരിന്റെ കാലത്ത് തന്നെ സംസാരിച്ച് റിസോൾവ് ചെയ്ത് ഇവരിവിടെ വന്ന് നമ്മൾ പറഞ്ഞ കാര്യമാണ് ശരിയെന്ന് അംഗീകരിച്ച് ഒപ്പിട്ട് തന്നിട്ട് പോയതാണ് 2011 ഫെബ്രുവരിയിൽ മസ്കറ്റ് ഹോട്ടലിൽ നടന്ന മീറ്റിംഗ്. പക്ഷെ പിന്നെയും അത് എടുത്തുകൊണ്ട് വന്ന് അത് അങ്ങനെ കൈമാറ്റം ചെയ്യാൻ ഒരു തീരുമാനം നടത്തിയതാണ്. ഇവരുടെ ലാൻഡ് സംബന്ധിച്ചുള്ള നിബന്ധനയിൽ ഇവരുടെ പ്രത്യേക സാമ്പത്തിക മേഖല, IT പ്രത്യേക സാമ്പത്തിക മേഖല എന്നുള്ളത് മാറ്റി ഇവർക്ക് കുറച്ചുകൂടെ റിലാക്സേഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇടയ്ക്ക് വേറെ നടന്നു. ശരി. അപ്പൊ അതിനുവേണ്ടി 4 ഏക്കർ സ്ഥലം കൂടെ കൊടുത്ത് 250 ഏക്കർ എന്നുള്ള കാറ്റഗറി, കാര്യം അതിന് മിനിമം 250 ഏക്കറാണ്. അതായത് ഇതിന്റെ അകത്ത് ഇവരെ സഹായിക്കുന്ന തരത്തിൽ, ഇവരുടെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്ക് സഹായിക്കുന്ന തരത്തിൽ IT മേഖലയ്ക്ക് ഡിട്രിമെന്റൽ ആകുന്ന തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഇവിടെ ഉണ്ടായി. അതായത് ഇത് കൃത്യമായൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കമാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാനാകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ സർക്കാരിന്റെ നിർമ്മാണ പ്രൊജക്ടുകളെല്ലാം ഊരാളുങ്കൽ പോലെയൊക്കെ ഉള്ള സൊസൈറ്റികൾക്ക് മാത്രം ലഭിക്കുന്നത് എങ്ങനെയെന്നൊക്കെ രാഷ്ട്രീയമായി വിമർശനമൊക്കെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം, അങ്ങനെയുള്ള ചില വിമർശനങ്ങളാണല്ലേ താങ്കൾ മുന്നോട്ട് വെക്കുന്നത്? അതെ അതെ. യെസ്. ഒപ്പം എന്തായാലും മന്ത്രി പറഞ്ഞത് ഈ പദ്ധതി ഉപേക്ഷിക്കുന്നില്ല, ഈ IT സെക്ടറായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പോൾ ആ വാക്കുകൾ എത്രത്തോളം വിശ്വസനീയമാണ്, അതിനെ ഗൗരവമായി എടുക്കേണ്ട എന്ന് കൂടിയാണോ?
അതായത് ഇൻഫോ പാർക്ക് ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഇൻഫോ പാർക്കിന്റെ സ്വാഭാവികമായിട്ടുള്ള വികസനത്തിലൂടെ എത്ര ജോലികൾ വന്നു. അതെ. അപ്പൊ ഇൻഫോ പാർക്കും കൂടി കൊടുത്തിരിക്കുന്ന സ്മാർട്ട് സിറ്റിക്ക് 33,000 ജോലി 10 വർഷം കൊണ്ടെന്നുള്ളതായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കരാർ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇൻഫോ പാർക്കിന്റെ സ്വാഭാവിക വളർച്ച മാത്രം സംഭവിച്ചാൽ ഇവർക്ക് 100 ഏക്കർ സ്ഥലം സൗജന്യമായി കിട്ടത്തക്ക രീതിയിലുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് പദ്ധതിയാണ് അന്ന് കൊണ്ടുവന്നിരുന്നത്. എന്നിട്ട് സ്വപ്ന പദ്ധതി ഇതാണ്ട് വികസിക്കുന്നു എന്നൊക്കെ പറയുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ ഇതിനെ നമ്മൾ തടസ്സപ്പെടുത്തി അവിടെ ഇപ്പോൾ തന്നെ ഒരു IT വികസനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് അങ്ങനെ ലോകോത്തര കമ്പനികളുമായിട്ടൊന്നും ബന്ധമില്ല. ഇവരുടെ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലും അങ്ങനത്തെ കമ്പനികളില്ല. അതെല്ലാമാണ് വസ്തുത. ഇവർക്ക് ആകെപ്പാടെയുള്ള സ്ട്രെങ്ത് കൺസ്ട്രക്ഷൻ മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുമാണ്. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യൂ, എന്നിട്ട് കേരളത്തിന്റെ IT സാധ്യതകളെ മാർക്കറ്റ് ചെയ്യൂ എന്നുള്ളതാണ് നമ്മൾ ഇവരോട് അവസാനം വെച്ച ക്ലോസ്. അതും ചെയ്യാൻ ഇവർക്ക് സാധിച്ചില്ല. ഇവർക്ക് ഉള്ള പണം ദുബൈയിൽ മുടക്കിയാൽ മതി എന്നൊരു തീരുമാനം ഇവർ നയപരമായി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എടുത്തിരുന്നു. പക്ഷെ ഇത് പറയാതെ വെച്ചോണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഈ ദീർഘകാലത്തേക്ക് നീണ്ടുപോകാതെ 1-ാം വർഷം നിർമ്മിക്കേണ്ടത് നിർമ്മിച്ചില്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുക എന്നൊക്കെയുള്ള ചുമതലയിൽ സർക്കാർ പരാജയപ്പെട്ടു. സർക്കാർ എന്നിട്ട് ഈ 10 വർഷം കാഴ്ചക്കാരായിരുന്നു. ഇപ്പൊ എക്സിക്യൂഷന്റെ പൂർണ്ണമായ ചുമതല ടീകോമിനാണെങ്കിൽ നമ്മൾ എന്തിനാ സിഇഒയെ നിയമിക്കുന്നേ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്തിനാ നമ്മുടേതാകുന്നേ? അത് ഏതാണ്ട് വലിയ സ്ഥാനലബ്ധിയാണെന്നുള്ള രീതിയിൽ നമ്മൾ ഇവിടുന്ന് ഒരാളെ പിടിച്ച് അവിടെ കൊണ്ടുവെക്കും. അപ്പൊ ഇതിന്റെ എക്സിക്യൂഷൻ പരാജയപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നമ്മളും കൂടെ ഏറ്റെടുത്തു അനാവശ്യമായി. അതിനുശേഷം ഇപ്പൊ നമ്മൾ വിലപിക്കുകയാണ്. ഇപ്പൊ തിരിച്ചറിഞ്ഞാൽ നല്ല കാര്യം, എന്നിട്ട് അത് മുന്നോട്ട് പോകുന്നെങ്കിൽ പോകട്ടെ. പക്ഷെ ഇപ്പോഴും അതുപോലത്തെ ചില റിയൽ എസ്റ്റേറ്റുകാരെ തേടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വളരെ നന്ദി ശ്രീ ജോസഫ് മാത്യു ഞങ്ങളോട് പ്രതികരിച്ചതിന്.